അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. രാഷ്ട്രീയ സാക്ഷരതയുള്ള കേരളത്തിൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞു. അതിപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ്. ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ നടന്നത് കേരളത്തിൽ. ഇവിടെ വിജയിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിനും കേരളത്തിൽ. എന്താണ് കേരളത്തിലെ കോൺഗ്രസ് വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്? ഇന്ത്യ മുഴുവൻ അർദ്ധ ഫാസിസത്തിനെതിരെ നിലകൊണ്ടപ്പോൾ കേരളം എന്തുകൊണ്ട് ഇന്ദിരയുടെ രാഷ്ട്രീയത്തെ അനുകൂലിച്ചു? അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യയിൽ നടന്ന പൊതുതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മിക്ക സംസ്ഥാനങ്ങളിലും തകർന്നടിഞ്ഞു. എന്നാൽ കേരളമടക്കമുള്ള ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വിജയം നേടിയത് ജനാധിപത്യത്തിന്മേലുള്ള ഒരു കരിനിഴലായാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതിന് ചില കാരണങ്ങളുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിൽ അധികാരത്തിലുണ്ടായിരുന്ന സി അച്യുതമേനോൻ സർക്കാർ മികച്ച ഭരണമാണ് കാഴ്ചവച്ചതെന്നും സഖ്യത്തിൽ ശക്തമായ ഒരുമ നിലനിന്നിരുന്നു എന്നതും പ്രധാനം. നാവടക്കൂ പണിയെടുക്കൂ എന്ന മുദ്രാവാക്യം മെച്ചപ്പെട്ട ഒന്നാണെന്ന് അക്കാലത്ത് വ്യാഖ്യാനിക്കപ്പെട്ടുവെന്നും ജനാധിപത്യത്തെ ഇടതുപക്ഷം ബൂർഷ്വാ ജനാധിപത്യമായാണ് കണക്കാക്കിയിരുന്നതെന്നും മുൻ നക്സൽ നേതാവ് കെ വേണു. ഞാനിക്കാര്യത്തിൽ പൊതുവിൽ കാണാറുള്ളത് കേരളത്തിലൊരു നിലവിൽ നിൽക്കുന്ന ഒരു ഇടതുപക്ഷ ബോധം ജനാധിപത്യത്തെ പൊതുവിൽ ബൂർഷ്വാ ജനാധിപത്യമെന്ന് അല്പം അവജ്ഞയോടുകൂടി കാണുന്നൊരു സൈക്കോളജി ഉണ്ട്, ഒരു മനോഭാവമുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ജനാധിപത്യം ധ്വംസിക്കപ്പെട്ടു എന്നുള്ളത് ഒരു ഗുരുതരമായ വിഷയമായി ഇവിടെ കണക്കാക്കപ്പെടാതെ പോയി എന്നുള്ളതാണ് കാണാവുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് പല നേതാക്കളും ജയിലിലായിരുന്നുവെന്നത് പ്രതിപക്ഷ കക്ഷികളുടെ സംഘടനാ സംവിധാനത്തെയും പ്രവർത്തനങ്ങളെയും ബാധിച്ചു. മറ്റിടങ്ങളിലെ പോലെ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളും നിർബന്ധിത വന്ധ്യംകരണം പോലുള്ളവയും കേരളത്തിൽ രൂക്ഷമായിരുന്നില്ല എന്നതും അടിയന്തരാവസ്ഥയ്ക്കെതിരായ വികാരം അക്കാലത്ത് ശക്തമാക്കിയില്ല. രാജൻ കേസ് അടക്കമുള്ള അടിയന്തരാവസ്ഥ കാലത്തെ പോലീസ് അടിച്ചമർത്തലിന്റെ കഥകളൊക്കെ തിരഞ്ഞെടുപ്പിന് ശേഷമാണ് പുറത്തുവന്നത്. പൊതുവിൽ അടിയന്തരാവസ്ഥയുടെ അന്തരീക്ഷം വളരെയധികം ഭീകരമായ ഒരു പോലീസ് അടിച്ചമർത്തലിൻ്റെയൊക്കെ ഒരു കാലഘട്ടമായിരുന്നു എന്ന് പിന്നീട് ഈ 77 കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോഴാണ് തെളിയുന്നത്. 3 പ്രധാനപ്പെട്ട പോലീസ് മർദ്ദന ക്യാമ്പുകൾ അതിൽ വളരെയധികം പേര് നക്സലൈറ്റുകൾ മാത്രമല്ല മാർക്സിസ്റ്റുകാർ ഉൾപ്പെടെ RSS മാർക്സിസ്റ്റ് എല്ലാവരും മർദ്ദിക്കപ്പെടുകയും ജയിലിലടയ്ക്കപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം തന്നെ അക്കാലത്തുണ്ടാവുകയുണ്ടായി എന്നുള്ളതാണ്. 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 സീറ്റുകളും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഐക്യമുന്നണി തൂത്തുവാരി. നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ 140-111 സീറ്റുകളും ഐക്യമുന്നണി നേടി. റിസർച്ച് ഡെസ്ക് 24.